സ്റ്റാർ സിംഗർ സീസൺ 10ന്റെ 47ാമത് എപ്പിസോഡിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു ദിവസം തന്നെ 2 ടീമുകൾ മത്സരിക്കുന്ന രീതി മാറ്റി ശനിയാഴ്ച ദിവസം ഒരു ടീമും ഞായറാഴ്ച ദിവസം രണ്ടാമത്തെ ടീമും മത്സരിക്കുന്ന തരത്തിലാണ് മാറ്റിയിട്ടുള്ളത്. ടോസ് ലഭിക്കുന്ന ടീമിന് തീരുമാനിക്കാം ആരാണ് ആദ്യം മത്സരിക്കുന്നതെന്ന്. ടോസിങ്ങിലൂടെ തന്നെയാണ് ആരാദ്യം മത്സരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. ഇന്നത്തെ ടോസ് ലഭിക്കുന്നത് ഗുരുകുലത്തിനാണ്. ഗുരുകുലം കോൺവെന്റ് സ്കൂളിനെ ആദ്യമായി മത്സരിക്കാൻ ഏൽപ്പിക്കുന്നു. ഈ ശനി ഞായർ മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് ക്രിസ്മസ് ട്രീയിലെ മുഴുവൻ സമ്മാനങ്ങളും ലഭിക്കും. സെലിബ്രേഷൻ റൗണ്ടിൽ ആദ്യമായി മത്സരിക്കാനെത്തുന്നത് ഷിൻസി ഷിജുവാണ്. രാക്കിളിപ്പാട്ട് എന്ന ചിത്രത്തിലെ ഗാനമാണ് പാടുന്നത്. ശാരികെ നിന്നെ കാണാൻ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം പാടി ഷിൻസിക്ക് ലഭിച്ചത് 97.5 മാർക്കാണ്. പാട്ട് പാടുന്നതിനിടയിൽ ചെറിയ തെറ്റുകൾ വന്ന ഷിൻസിയെ മത്സരാർത്ഥികളും ജഡ്ജസും എല്ലാം കൂടെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ച മനോഹരമായിരുന്നു. രണ്ടാമതായി പാടാനെത്തുന്നത് ദിൽരാജ് ഗോപിയാണ്. സത്യമേ വജയത്തെ എന്ന ചിത്രത്തിലെ ഗാനമാണ് ദിൽരാജ് പാടുന്നത്. ധക് ധക് ദിൽ ധഡ്കെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം പാടി ദിൽരാജിന് ലഭിച്ചത് 99.5 മാർക്കാണ്. അടുത്തതായി പാടാനെത്തുന്നത് സ്വർണ KS ആണ്. കുട്ടി എന്ന സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രത്തിലെ കണ്ണു രണ്ടു രംഗരാത്തിനോ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഫാസ്റ്റ് നമ്പറാണ് സ്വർണ അടിച്ചുപൊളിച്ചു പാടിയത്. ഏറ്റവും മികച്ച ഈ പെർഫോമൻസിന് സ്വർണയ്ക്ക് ലഭിച്ചത് ഗോൾഡൻ സ്റ്റാർ ആണ്. 100 മാർക്ക് ലഭിച്ചിരിക്കുന്നു. വൈശാഖനാണ് അടുത്തതായി പാടാനെത്തുന്നത്. മല്ലു സിംഗ് എന്ന ചിത്രത്തിലെ ഒരു കിങ്ങിണി കാറ്റു വന്നു എന്ന് തുടങ്ങുന്ന ഹിന്ദി കലർന്ന ഗാനം അതിമനോഹരമായി ആലപിച്ച വൈശാഖന് 99 മാർക്കാണ് ലഭിച്ചത്. ഈ എപ്പിസോഡിലെ അവസാനത്തെ പെർഫോമർ പവിത്ര പത്മകുമാറാണ്. ആജ നച്ലെ എന്ന സൂപ്പർ ഹിറ്റ് ഹിന്ദി ചിത്രത്തിലെ മേരാ ജുംക ഉട്ടാക്കെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് പവിത്ര പാടിയത്. മികച്ച രീതിയിൽ അവതരിപ്പിച്ച ഈ ഗാനത്തിന് 99.5 മാർക്ക് ലഭിച്ചു. ഗുരുകുലത്തിൻ്റെ ടോട്ടൽ മാർക്സ് 495.5 ആണ്. ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ സ്വർണ തന്നെയാണ്. 100 മാർക്കാണ് ലഭിച്ചത്. വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്